സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ നിലപാടറിയിക്കാൻ സർക്കാർ. ഡോക്ടർ സിസ തോമസ് അയോഗ്യയെന്നും മുൻപ് അച്ചടക്ക നടപടി നേരിട്ടെന്നും കോടതിയെ അറിയിക്കും. KTUVC സിസ തോമസിനെ നിയമിക്കുമെന്ന് ഗവർണർ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ ചേർന്നു. ഉമേഷ്, ഏതെങ്കിലും ഘട്ടത്തിൽ ഇത് ഒരു സന്ധിയിലേക്ക് എത്തും അല്ലെങ്കിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന നമ്മൾക്കാണ് പ്രശ്നം. സന്ധിയിലേക്ക് എത്തുന്നില്ലെന്ന് മാത്രമല്ല, കൂടുതൽ വ്യവഹാര കുരുക്കിലേക്കും കുഴമർച്ചയിലേക്കും പോവുകയാണ് കാര്യങ്ങൾ. ഉമേഷ്, തീർച്ചയായും സുപ്രീം കോടതിയിൽ നിന്ന് അന്തിമ നിർദ്ദേശം വന്നിട്ട് പോലും ഗവർണർ ഇതിൽ വഴങ്ങാൻ തയ്യാറായിരുന്നില്ല. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ താൻ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിയിച്ചത്. KTU വൈസ് ചാൻസലറായി മുൻപും KTU വൈസ് ചാൻസലർ സിസ തോമസ് ചുമതല വഹിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിൽ വിവിധ തരം സർക്കാരും സിസ തോമസും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. ഇപ്പോൾ ഡിജിറ്റൽ സർവകലാശാലയിലെ താൽക്കാലിക വൈസ് ചാൻസലറാണ് സിസ തോമസ്. അതേസമയം KTU സർവകലാശാലയിലെ VC ആയിരുന്ന ഘട്ടത്തിൽ ഈ രേഖകൾ കൃത്രിമം കാണിച്ചതിലടക്കം പരാതിയും കേസും നിലനിൽക്കുന്നുണ്ട്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരു പോർട്ടൽ സിസ തോമസ് ഓപ്പൺ ചെയ്തതുമായി ബന്ധപ്പെട്ട ചില പരാതികളും ആക്ഷേപങ്ങളും അന്വേഷണങ്ങളും നടന്നിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇക്കാര്യങ്ങൾ സുപ്രീം കോടതി അറിയിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. KTU സർവകലാശാലയിൽ ഒരു കാരണവശാലും സിസ തോമസിനെ വൈസ് ചാൻസലറെ അംഗീകരിക്കേണ്ടതില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് സർക്കാർ. എന്തായാലും അക്കാര്യം കൃത്യമായി സുപ്രീം കോടതി അറിയിക്കും. സുപ്രീം കോടതി ജസ്റ്റിസ് നേരിട്ട് ഒരു സെർച്ച് കമ്മിറ്റി കൊടുക്കുകയും അതിലൊരു വിധി പുറപ്പെടുവിക്കുകയും അതിൽ മുൻഗണനാ പട്ടിക തയ്യാറാക്കാനുള്ള ഒരു അവകാശം അത് മുഖ്യമന്ത്രിക്ക് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ആ മുൻഗണനാ പട്ടിക അട്ടിമറിച്ചുകൊണ്ടായിരുന്നു സർവകലാശാലയിൽ സിസ തോമസിനെ നിയമിക്കാനുള്ള തീരുമാനം ഇപ്പോൾ ഗവർണർ എടുക്കുകയും അക്കാര്യം സുപ്രീം കോടതി അറിയിക്കുകയും ചെയ്തത്. അതിന് ഈ പട്ടികയിൽ മുന്നിൽ വന്ന രാജശ്രീയെയും ഒപ്പം രാജശ്രീയെ നിയമിക്കാൻ കഴിയില്ല, സജി ഗോപിനാഥിനെയും നിയമിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടും കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. എന്തായാലും ഇതൊരു വീണ്ടും ഒരു തർക്കത്തിലേക്ക് ഗവർണർ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇന്ന് ഗവർണർക്കെതിരെ ഈ നിലപാട് സർക്കാർ വക്കീൽ കോടതിയിൽ അറിയിക്കുമ്പോൾ എങ്ങനെയായിരിക്കും കോടതി പ്രതികരിക്കുക എന്നുള്ളതും നിർണായകമാണ്. അഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.